സിനിമാ രംഗത്ത് ചില ദുഷ്പ്രവണതകൾക്കെതിരെ ജൂൺ മാസം മുതൽ സമരം പ്രഖ്യാപിക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റു സംഘടനകളിലെല്ലാം തീരുമാനം അതിൻ്റെ വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാർ പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അതിൽ സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമാണ് എന്ന് വരെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ നിസ്സാര കാര്യം പറഞ്ഞിട്ട് സുരേഷ് കുമാർ അമ്പെ പരാജയപ്പെടുമെന്ന് പറഞ്ഞ് രണ്ടു ചേരിയിൽ നിന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം സുരേഷ് കുമാർ ജയിച്ചിരിക്കുന്നു, ആന്റണിക്ക് അടി കിട്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും അടുത്തവർ തമ്മിൽ പിണങ്ങുമ്പോൾ അത് വല്ലാത്തൊരു വേദനയായിരിക്കും, ഏത് രംഗത്തായാലും. പക്ഷെ സിനിമാ രംഗത്ത് നന്ദിയില്ല എന്ന് പറയുമ്പോഴും ചില ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ടെന്ന് ആലോചിക്കണം. എനിക്ക് അറിയാവുന്ന അത്തരം ചില നല്ല ബന്ധം സൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും പ്രൊഡ്യൂസർ കൂടിയായ നടൻ കൂടിയായ ജി സുരേഷ് കുമാറും. കാരണം കൊച്ചിയിലെ തന്നെ കൈപിടിച്ച് നടക്കുക എന്ന് പറയുന്ന പോലെ 5ാം ക്ലാസ് മുതൽ ഒരു കൈപിടിച്ചു കൊണ്ട് നടന്ന് തൻ്റെ കൂട്ടുകാരൻ വലിയവനാകണം എന്ന ആഗ്രഹത്തോടെ പല പ്രൊഡ്യൂസർമാരുടെ മുമ്പിലും ചെന്ന ഒരാളാണ് സുരേഷ് കുമാർ. അങ്ങനെയുള്ള സുരേഷ് കുമാറിന് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച സിനിമ എമ്പുരാൻ. ആ എമ്പുരാനെ ചുറ്റിപ്പറ്റിയാണ് സംഭവം. ആ എമ്പുരാൻ മാത്രമല്ല, സുരേഷ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളതാണ്. ശരിക്കും എന്താണ് പറഞ്ഞത്? വളരെ കൃത്യമായിട്ട് സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു, രണ്ടു ചേരിയായി തിരിഞ്ഞു. അതായത് സിനിമാ രംഗത്തെ വമ്പന്മാർ നിർമ്മിക്കുന്ന സിനിമകൾ അവരുടെ ഒരു ഗ്രൂപ്പും വേറെ ഗ്രൂപ്പും തിരിഞ്ഞുകൊണ്ടാണ് ഇവിടെ വാക് സംഘടനകൾ നടന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ ഫലമായി ഈ കാര്യം മാന്യമായിട്ട് പോയില്ലെങ്കിൽ ജൂൺ 1 മുതൽ സമരമാർഗം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അനാവശ്യമായിട്ടാണെന്ന് പറഞ്ഞത്. ചാനലുകൾ നിറയെ ചർച്ചകളായിരുന്നു, യൂട്യൂബുകൾ ചർച്ചകളായിരുന്നു, എല്ലാം സജീവമായിക്കൊണ്ടിരുന്നു. അവിടെ ഭൂരിഭാഗം പേരും ജി സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ആലോചിക്കണം. അങ്ങനെ ശ്രമിച്ചപ്പോഴും സുരേഷ് കുമാർ വേറൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ അഭിപ്രായമല്ല. എന്നോട് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനം ഞാൻ അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ വിരട്ടലൊന്നും എന്നോട് വേണ്ട. ഇത് ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ്. അതും കണ്ടും കേട്ടും കൊടുത്തും തന്നെയാണ് ഞാനിവിടെ വെച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. 6000 സിനിമകൾ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. 6000 സിനിമകൾ റിലീസ് വെറും 10, 27, 26, 27 നിർമ്മാതാക്കൾ മാത്രമാണ് ഇവിടെ രക്ഷപ്പെട്ടിട്ടുള്ള ആലോചിക്കണം. അതിൽ 5ഓ 6ഓ നിർമ്മാതാക്കളെ കൊണ്ടാണ് ഒന്നുമില്ലാതിരുന്ന പുതുമുഖങ്ങളുമായി വന്ന ഇന്ന് മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറുകളുമായ നടന്മാർ രക്ഷപ്പെട്ടത് എന്ന് ആലോചിക്കണം. അല്ലാണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അവർ നടന്മാരായതല്ല എന്ന് ആലോചിക്കുന്ന ചർച്ചകൾ നടന്നുകൊണ്ട് അത് സത്യമല്ലേ? സത്യമാണ് തന്നെ. ഒരു ചെറിയ റോളിന് വേണ്ടി ബെഗ് ചെയ്ത് കാത്തു കിടന്ന് മണിക്കൂറോളം കാത്തു കിടന്ന അവരാണ് ഇന്ന് വലിയ നടന്മാരായിട്ടുള്ളത്. നടന്മാരായി കഴിഞ്ഞപ്പോൾ ഈ ഭൂതകാലത്തിലേക്ക് ആരും പോകില്ല. ഭൂതകാലം കുഴിച്ചു മൂടി വന്ന് ഇപ്പോൾ ഐ ആം ദ ഗ്രേറ്റ്, ഐ ആം ദ കിങ് ഒക്കെ ഒന്ന് പറഞ്ഞ പോലെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നതല്ലേ. സത്യത്തിൽ ഇവിടെ ആന്റണി പെരുമ്പാവൂരെ മുൻനിർത്തിക്കൊണ്ട് പലരും കളിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആർക്കാ അറിയാത്തത്? ആന്റണി പെരുമ്പാവൂർ വലിയ കുഴപ്പക്കാരൊന്നുമല്ല. ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസറാണ്. ആശീർവാദിൻ്റെ എല്ലാം ആന്റണി പെരുമ്പാവൂരാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ സജീവമായി നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണെന്ന് ആലോചിക്കണം. ആ പ്രൊഡ്യൂസറെ സഹായിക്കാൻ പലരും ഉണ്ടായിരിക്കാം. പക്ഷെ ആന്റണി ഈ നിർമ്മാതാക്കളുടെ നേതാവായിരുന്നു, ഇപ്പോഴും നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെയുള്ള ആന്റണി ഈ പ്രൊഡ്യൂസർമാർ എടുത്തൊരു തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് അത് സുരേഷ് കുമാറിനെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ഒരു കത്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ കത്തിനെ സഹായിക്കാൻ അനുകൂലിച്ചുകൊണ്ട് പൃഥ്വിരാജ് മോഹൻലാലും അടക്കം വന്നപ്പോൾ, സത്യത്തിൽ മോഹൻലാൽ ചെന്നപ്പോൾ സുരേഷ് കുമാർ വേദനിച്ചു എന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രിയപ്പെട്ടവർ ചങ്കിൽ കത്തി ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വേദനയാണ് സുരേഷ് കുമാർ ഉണ്ടായെന്ന് ആലോചിക്കണം.
പിന്നെ ഒരു വാശി അന്നും പറഞ്ഞ ചർച്ചയിൽ പറഞ്ഞ വാശി എന്താണ്? നടന്മാർ, താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറഞ്ഞു. പ്രതിഫലം കുറയ്ക്കുകയോ കുറയ്ക്കാതിരിക്കുകയോ അത് അവർ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കറിയില്ല ഇവർ വാങ്ങുന്ന പ്രതിഫലം എത്രയാണ് എന്നുള്ളത്. ഇത്ര കോടിയാണെന്ന് പറഞ്ഞാലേ കൊടുത്തുള്ളൂ, പറഞ്ഞാൽ മാത്രമേ ഇപ്പോൾ അവരെത്ര കൂട്ടി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ കുറയ്ക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ. അത് പറയാത്തത് എന്താ? അത് മുമ്പ് പറഞ്ഞു, അത് കള്ളപ്പണത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള രേഖ തന്നെയാണ് എന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനി മുതലെങ്കിലും നിർമ്മാതാക്കൾ ചെയ്യേണ്ടത് എന്താ? അതിവിടെ രജിസ്റ്റർ ചെയ്യണം. ഇത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്, മമ്മൂട്ടിക്ക് ഇത്ര കോടിയാണ്, മോഹൻലാൽ ഇത്ര കോടിയാണ്, പൃഥ്വിരാജിന് ഇത്ര കോടിയാണ്, ദിലീപിന് ഇത്ര കോടിയാണ്, ടൊവിനോയ്ക്ക് ഇത്ര കോടിയാണ്, കുഞ്ചാക്കോ ബോബന് ഇത്ര കോടിയാണ്, ജയസൂര്യക്ക് ഇത്ര കോടിയാണ്. അങ്ങനെ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കൃത്യമായിട്ട് പരസ്യപ്പെടുത്തണം. പരസ്യപ്പെടുത്തുക മാത്രമല്ല, ഓരോ മാസത്തിൻ്റെ അവസാനവും ഓരോ യോഗ്യന്മാരുടെ സിനിമ തിയേറ്ററിൽ ഓടിയതിൻ്റെ വ്യക്തമായ കണക്കും പ്രഖ്യാപിക്കണമല്ലോ. അതിനെന്താ കുഴപ്പം? അങ്ങനെ ചെയ്യാതിരുന്നാലാണ് കുഴപ്പം വരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താ? ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും പൃഥ്വിരാജിനും അടക്കമുള്ളവരെ മാത്രമേ പറയുള്ളൂ. വളരെ സൈലൻ്റായി നിൽക്കുന്ന വേറെയും വമ്പന്മാരുണ്ട് ഇവിടെ. മമ്മൂട്ടിയുടെ പടമില്ല ഇവിടെ. മമ്മൂട്ടി വളരെ സൈലൻ്റായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ മമ്മൂട്ടി സൈലൻ്റായിട്ട് നിൽക്കുകയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. മമ്മൂട്ടി ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവരൊന്നും കൃത്യമായിട്ട് കണക്ക് പറയില്ല, അവരാണ് കൃത്യമായി പ്രതിഫലം പറയില്ല എന്ന് ആലോചിക്കണം. അപ്പം ഇനി ഈ സമരത്തെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞവരെല്ലാം ഇപ്പം എന്താ സംഭവിച്ചെന്ന് ഫിലിം ചേംബർ അടക്കം ഇടപെട്ടപ്പോൾ കാര്യകാരണ സഹിതം പറഞ്ഞിരിക്കുന്നു. വെറുതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? എമ്പുരാൻ റിലീസിന് പോലും പ്രശ്നമുണ്ടാവുമെന്ന് തോന്നിയപ്പോൾ കീഴടങ്ങിയല്ലേ കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്തത് ആന്റണി ആദ്യം ചെയ്ത് സുരേഷ് കുമാറിന് എതിരായി കൊടുത്ത ആ നോട്ടീസ് പിൻവലിച്ചു. സുരേഷ് കുമാർ ആകട്ടെ ഒരു എമൗണ്ട് പറഞ്ഞിരുന്നു, ഈ സിനിമയ്ക്ക് ഇത്രയാണ് ചെലവ് എന്നുള്ളത്. അതും പിൻവലിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. കാരണം 7 വർഷം മുമ്പ് ഈ എമ്പൂരാൻ്റെ പൂജയും മറ്റും നടന്ന കാര്യത്തിൽ അന്നൊരു 151 കോടി രൂപ 7 വർഷം മുമ്പ് ചെലവ് തരുമെന്ന് അടിച്ച പത്രം എൻ്റെ കയ്യിലുണ്ടെന്ന് ആലോചിക്കട്ടെ ഏകദേശം. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണോ കുറവാണോ ഇപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ സുരേഷ് കുമാർ എമൗണ്ട് കുറച്ച് പറഞ്ഞത് കൊണ്ടാണോ വിഷമം വന്നിരിക്കുന്നത്? അതും പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഇതിൻ്റെ സംവിധായകനോ നിർമ്മാതാക്കളോ എമ്പുരാൻ്റെ ചെലവിനെ കുറിച്ച് പറയുന്നില്ല. ചെലവ് ഇത്ര പറയുന്നില്ല. കാരണം ചെലവ് കണക്കാക്കാൻ പറ്റിയിട്ടില്ല. ചെലവ് പ്രതീക്ഷയിനപ്പുറം ചിലവായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 7 വർഷത്തിന് ശേഷം എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് നടന്നറിയിക്കണം. അപ്പോൾ തുക ചിലവാകൊണ്ട് അവരുടെ കണക്കാണ്, അവരാണ് പറയേണ്ടത്. അത് സംഘടന തന്നെ തീരുമാനിക്കണം. ഇവർ തീരുമാനിക്കണം ഈ സിനിമയ്ക്ക് ഇത്ര കോടി രൂപ ചിലവായിട്ടുണ്ട്, അതിന് ഇന്ന ആൾക്കാർക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട്. വ്യക്തമായ കണക്കുകൾ, കള്ളക്കണക്കുകളില്ലാതെ വ്യക്തമായ കണക്കുകളാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ അറിയിക്കാനുള്ള സംവിധാനം വേണം. ഇപ്പം എന്താ പറഞ്ഞു കേൾക്കുന്നത്? ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ ആന്റണിക്ക് അടി കിട്ടി എന്നാണ് പറയുന്നത്. ആന്റണിക്ക് അടി കിട്ടിയപ്പോൾ അത് വേദനിച്ചത് മോഹൻലാലിലാണ്. അടിക്കുക നമ്മൾ ചില സിനിമയിൽ കണ്ടിട്ടില്ലേ, നമുക്ക് നേരിട്ട് മോഹൻലാൽ അടിക്കാൻ പറ്റില്ല, അപ്പോൾ കൂടെ വെക്കുന്ന ആൾക്കാർ അടിക്കുക. അതുപോലെ വേദനിച്ചു. സുരേഷ് കുമാറും സംഘടനകളും എല്ലാം ജയിച്ചു നിൽക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഇത് നമ്മൾ സമരത്തിന് ഇറങ്ങുമ്പോൾ, പോരിനിറങ്ങുമ്പോൾ സംഘടനാ ശക്തി എന്നുള്ളത് വലിയ തന്നെയാണ്. സിനിമ നിർമ്മിക്കുന്നവർ ജീവിതകാലം മുഴുവൻ സിനിമ നിർമ്മിക്കണമെന്നില്ല. അവരവരുടെ കാര്യം കഴിയുമ്പോൾ ഫിലിം കഴിയുമ്പോൾ. അതേ സ്ഥാനത്ത് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന നിർമ്മാതാക്കളുണ്ട്. മലയാള സിനിമ ഉണ്ടായ മുതൽ സിനിമയെടുത്ത് പൊളിഞ്ഞും വിജയിച്ചു നിൽക്കുന്ന നിർമ്മാതാക്കളുണ്ട്. ഇപ്പോഴും സത്യസന്ധര എത്രയോ നിർമ്മാതാക്കളുണ്ട്. അവർക്കൊന്നും ഡേറ്റ് കൊടുക്കാതെ 4 പടം വെച്ച് സ്റ്റാറും മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും മറ്റതും മറിച്ചൊക്കെ ആയി നിന്നപ്പോൾ എല്ലാം എനിക്ക് എന്ന് വാരി പിടിച്ചുകൊണ്ട് വിജയിച്ചു നിൽക്കുമ്പോൾ ചോർന്നു പോകുന്ന പലതുമുണ്ടെന്ന് ആലോചിക്കണം. ആ ചോർച്ച അവരിത് കണ്ടിട്ടില്ല. ആ ചോർച്ച തന്നെയാണ് ഇപ്പം ഇവരെടുത്ത തീരുമാനങ്ങൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ പറയുന്നു, ജൂൺ മാസം മുതൽ ഇവിടെ സിനിമാ സമരം ഉണ്ടാകരുത്. കാരണം സമരങ്ങൾ വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുമ്പോഴും പരാജയപ്പെടുന്ന ഒരു സിനിമയാണെന്ന് ആലോചിക്കണം. സിനിമയ്ക്ക് കോട്ടം വെട്ടുന്ന ഒന്നും ഇവിടെ ഉണ്ടാകുമ്പോഴല്ല, പരസ്പരം പറഞ്ഞ് പരിഹരിക്കാവുന്ന കാര്യം മാത്രമാണെന്ന് ആലോചിക്കണം. അതിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു ശീത സമരമായി മാറട്ടെ. താൽക്കാലിക സൂചനാ സമരം പോലും ഇല്ലാതെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരുമിച്ചിരുന്നുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ, എല്ലാം വിജയത്തിലേക്ക് എത്തിക്കട്ടെ. അങ്ങനെ ഒത്തുചേരുമ്പോഴും സുരേഷ് കുമാറും സംഘടനകളും മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്.
എല്ലാ മാസവും സിനിമയുടെ റിവ്യൂ നിങ്ങൾ പ്രഖ്യാപിക്കണം. അതുപോലെ താരങ്ങളുടെ പ്രതിഫലം എത്രയാണ് പ്രഖ്യാപിക്കണം. അങ്ങനെ വരുമ്പോൾ എല്ലാം ശുദ്ധമാവും. ആരും അഹങ്കരിക്കില്ല. അഹങ്കാരികൾക്കുള്ളതല്ല ഈ ഫീൽഡ്. സിനിമ, വർഷങ്ങളായുള്ള സിനിമ കുറേ പേരുടെ കൂട്ടായ്മയാണ്, കുറേ പേരുടെ ജീവിതമാണ്. കുറേ പേർക്ക് ഇനിയും കുറേ പേര് സഞ്ചരിക്കേണ്ടതാണ്. അത് ചിലർക്ക് മാത്രം അവകാശപ്പെട്ടത് അവരുടെ പോക്കറ്റിൽ സൂക്ഷിക്കാനുള്ളതല്ല എന്ന് ഓർമ്മിക്കുന്നു. നന്നായിരിക്കും.